തെരുവോരങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരെ പുനരധിവസിപ്പിക്കുന്ന കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉദയം പദ്ധതിയുടെ ധനസമാഹരണം ഇന്ന് ആരംഭിക്കും. മേഘ ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ് നമ്മൾക്കൊപ്പം. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. ഈ പദ്ധതി ഏതാണ്ട് 3-4 വർഷം കഴിഞ്ഞൊരു പദ്ധതി, 4 വർഷത്തോളം പിന്നിട്ട പദ്ധതിയാണല്ലേ. അപ്പോൾ അതിന് ആ പദ്ധതി കുറെ കൂടി സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധനസമാഹരണമാണോ ഇന്ന് ആരംഭിക്കുന്നത്? അതേ തരത്തിലാണ് ജില്ലാ ഭരണകൂടം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. 2020 ആരംഭിച്ച പദ്ധതിയാണ് ഉദയം പദ്ധതി. തെരുവ് ജീവിതങ്ങൾ ഇല്ലാത്ത കോഴിക്കോട് എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം. അതിന്റെ ഭാഗമായി 2000 പേരെയാണ് പുനരധിവസിപ്പിച്ചത്. അതിനൊപ്പം തന്നെ 250ഓളം ആളുകളെ, അതായത് തെരുവിൽ നിന്ന് ലഭിച്ച ആളുകളെ, കണ്ടെത്തിയ ആളുകളെ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോവാൻ ഈ പദ്ധതിയുടെ ഭാഗമായി സാധിക്കുകയും ചെയ്തു. രാജ്യാന്തര തലത്തിൽ വരെ ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഉദയം പദ്ധതി. ആ പദ്ധതിയുടെ ഭാഗമായാണ് ഇന്നു മുതൽ, അതായത് 31 മുതൽ ക്യാമ്പയിനുകൾ ആരംഭിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ 150ഓളം ക്യാമ്പസുകളിൽ നിന്നായി 1500ഓളം വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമായി തെരുവിലേക്ക് ഇറങ്ങും. അതായത് ധനസമാഹരണം, വിദ്യാർത്ഥികളിൽ സാമൂഹിക പ്രതിബദ്ധത കൂടി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിലെ 150ഓളം ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ ധനസമാഹരണത്തിന്റെ ഭാഗമായി മാറുന്നത്. രാവിലെ 10 മണിയോടെ തന്നെ വിദ്യാർത്ഥികൾ കോഴിക്കോട് ജില്ലയിലെ വിവിധ കോർപ്പറേഷനുകൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികളിലൊക്കെ തന്നെയും വീടുകളിൽ ഇറങ്ങി ധനസമാഹരണം നടത്തും. NSSന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ NSS വിദ്യാർത്ഥികൾ സഹകരണത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. 2020 തുടങ്ങിയ പദ്ധതിയുടെ ഭാഗമായി ഒരു വർഷം, അതായത് 1.8 കോടി രൂപയാണ് ചെലവ് ആയി വരുന്നത്. അതായത് ഈ പുനരധിവസിപ്പിക്കുന്ന ആളുകളുടെ ഭക്ഷണം, ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ഉതകുന്ന പ്രവർത്തനങ്ങൾ, കൗൺസിലിംഗ്, താമസം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നല്ല ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാനാണ് ഈ 1.8 കോടി ഒരു വർഷം ചിലവ് വരുന്നത്. അതിലേക്ക് തന്നെയാണ് ഈ ധനസമാഹരണത്തിന് ലഭിക്കുന്ന തുക ഉപയോഗിക്കുക എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അത് നല്ല രീതിയിൽ നടക്കുക, അതിനൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയെ തെരുവിജീവിതങ്ങൾ ഇല്ലാത്ത ജില്ലയാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യം കൂടി പൂർണ്ണമായും നല്ല രീതിയിൽ നടത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം ഇന്നു മുതൽ ഒരു ധനസമാഹരണ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. ശരത്ത്, ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കോഴിക്കോട് നടക്കുന്നു. മേഘയാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്. ഉദയം എന്ന നിലയിൽ 4 വർഷം പിന്നിട്ട് മികവുറ്റ രീതിയിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. തെരുവിൽ നിന്നുമൊക്കെ കണ്ടെത്തുന്ന മനുഷ്യരെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയാണ്. അതിലേക്ക് കൂടുതൽ ധനസമാഹരണത്തിനായി ഇന്ന് കോഴിക്കോട്ടെ കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഇറങ്ങുന്നു എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഷെൽട്ടർ ഹോമുകളുടെയൊക്കെ മികച്ച രീതികൾ അല്ലെങ്കിൽ മികച്ച സൗകര്യങ്ങൾ ഒക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്തു. മേഘയാണ് ഇപ്പോൾ ആ വിവരങ്ങൾ നൽകിയത്.